നമസ്കാരം. ഇന്ന് വനിതാ ദിനമാണെന്ന് എൻ്റെ ഒരു വനിതാ സുഹൃത്ത് ഫേസ്ബുക്കിലൂടെ എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വനിതാ ദിനം എന്നൊന്നുണ്ടെന്നും ഇത് വനിതാ ദിനമാണെന്നും. അപ്പോൾ വനിതകളെപ്പറ്റി രണ്ട് വാക്ക് പറയാം. രണ്ട് വാക്ക്, ചെറിയ കാര്യങ്ങൾ. പുരുഷൻ കരയാണെങ്കിൽ സ്ത്രീ കടലാണ്. പുരുഷൻ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. സ്ത്രീ പതുക്കെ ചൂടാവും, പതുക്കെ തണുക്കും. അതേത് വികാരത്തിലാണെങ്കിലും സ്ത്രീ പതുക്കെ അവൾ ഉദ്ദീപിക്കപ്പെടൂ, പതുക്കെ അവൾ അടങ്ങുകയും ചെയ്യും. അത് ലൈംഗികതയാണെങ്കിലും ക്ഷോഭമാണെങ്കിലും ക്രോധമാണെങ്കിലും എന്താണെങ്കിലും പുരുഷൻ പടപടാൻ ചൂടാവും, പടപടാൻ തണുക്കും. അവൻ്റെ കാമവും ലൈംഗികതയും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് അവൻ ലൈംഗിക വികാരം ഉണ്ടാവും, പെട്ടെന്ന് തണുക്കും. പുരുഷൻ ലൈംഗിക വികാരം ഉണ്ടായി പെട്ടെന്ന് അവന് രതിമൂർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് ഒരു കാശിനും കൊള്ളിക്കത്തില്ല. പക്ഷേ സ്ത്രീ അങ്ങനെയല്ല, പിന്നെയും ഇങ്ങനെ നിൽക്കും, പതുക്കെ ചൂട് വിടും. അതാണ് ലൈംഗികതയ്ക്ക് ശേഷവും സ്ത്രീക്ക് റൊമാൻസും താല്പര്യവും ഇഷ്ടവും ഒക്കെ തോന്നുന്നു. പക്ഷേ പുരുഷൻ നേരെ തിരിച്ചാണ്. ഇത് കഴിഞ്ഞാൽ എങ്ങനെയും രക്ഷപ്പെടണം, എങ്ങനെയും മാറിക്കിടക്കണം, എങ്ങനെയും വിട്ടുപോകണം. അതാണ് പുരുഷൻ്റെ ഒരു സ്വഭാവം. പുരുഷന് ശുക്ല വിസർജനം കഴിഞ്ഞാൽ പിന്നെ അവൻ വെറും മൃതപ്രായനാണ്. അവനെക്കൊണ്ടൊരു കാശിനും കൊള്ളിക്കത്തില്ല. പിന്നെ ചിലരൊക്കെ അഭിനയിച്ച് ഒക്കെ നിൽക്കുമെന്നേ ഉള്ളൂ. പക്ഷേ പുരുഷൻ്റെ നൈസർഗികമായ യഥാർത്ഥ സ്വഭാവം, ജൈവശാസ്ത്രമായ സ്വഭാവം, ശുക്ല വിസർജനം, അതായത് രതിമൂർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വെറും മൃതപ്രായനാണ്. സ്ത്രീക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ഓർഗാസം ഉണ്ട്. തന്നെയല്ല, സ്ത്രീക്ക് രതിമൂർച്ച എത്തിക്കഴിഞ്ഞാൽ ആണ് കൂടുതൽ പ്രണയം തോന്നുന്നത്. പുരുഷനോട് പ്രണയം, പുരുഷനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ, അടുത്ത് കിടക്കാൻ, അവൻ്റെ സാമീപ്യം, അവനുള്ള പരിലാളനങ്ങൾ, ഇതെല്ലാം സ്ത്രീ കൊതിക്കും. പുരുഷൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മാറിക്കിടക്കണം. അതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. പുരുഷനും സ്ത്രീയും ഒരു നമ്മുടെ മനുഷ്യവർഗത്തിലുള്ളതാണെങ്കിൽ പോലും ഇവർ തമ്മിൽ അജഗജാന്തരമുണ്ട്. ഒരേ വംശത്തിൽപ്പെട്ടതാണ്, എന്നാൽ സ്വഭാവ പ്രത്യേകതകളിൽ അജഗജാന്തരമുണ്ട്. ഒരു വംശമാണെന്ന്, ഒരു വർഗമാണെന്ന് പോലും പറയാത്ത തരത്തിലുള്ള അജഗജാന്തര സ്വഭാവ വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കും ആ അജഗജാന്തരം എന്ന് പറയുമ്പോൾ വലിയ അതിഭാവുത്വമാണെന്ന്. അല്ല, അതിഭാവുത്വമല്ല. സ്ത്രീയുടെ ചിന്ത, പ്രവർത്തനങ്ങൾ, കാഴ്ചകൾ, ഓരോന്നിൻ്റെ അനുമാനങ്ങൾ, അവളുടെ ഓരോ അഭിരുചികൾ, ഇതെല്ലാം പുരുഷനിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. സ്ത്രീക്ക് 1 കോടി രൂപ നമ്മൾ കൊടുക്കുക, അത് വലിയ സന്തോഷം. 1 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കും. നമ്മുടെ അപ്പം ഭാര്യയ്ക്ക് ഇപ്പോൾ രാവിലെ 1 ലക്ഷം രൂപ കൊടുക്കുക, വലിയ കാര്യമില്ല. എന്നാൽ 1000 രൂപയുടെ ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്താണ് വളരെ സന്തോഷമാണ്. ഒരു ചെറിയ കമ്മൽ വാങ്ങിച്ചു കൊടുത്താണ്, വേണ്ട മതി, ഗോൾഡ് മതി, അത് വാങ്ങിച്ചു കൊടുത്താണ് വളരെ സന്തോഷമാണ്. അന്ന് സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ മനസ്സ് തന്നെ ചപല ചിത്തകളാണ്, ചാബല്യമാണ്. ഒരു കുഞ്ഞിൻ്റെ ചാബല്യം പോലെ ചാബല്യമാണ്. എന്നാൽ ദൃഢനിശ്ചയമുള്ളവരുമാണ്. മനസ്സിൽ വാശിയും വൈരാഗ്യവും ശത്രുതയും ഒക്കെ തീർത്തും സൂക്ഷിക്കുന്നതാണ്. തള്ളിപ്പറയാനും കൊണ്ടുപറയാനും സ്നേഹിച്ച് അടുത്ത് നിൽക്കാനും പെട്ടെന്ന് വിരോധിക്കാനും ഒക്കെയുള്ള കഴിവുള്ള ആളുകളാണ് സ്ത്രീകൾ. അവർ സുഹൃത്തുക്കളോടായാലും കാമുകന്മാരോടായാലും ആരോടായാലും ഭർത്താവിനോട് വിട്ടുപിരിയാൻ പറ്റാത്തതുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ പല സ്ത്രീകളും. അങ്ങനെ സ്ത്രീ വർഗം എന്നാൽ ഒരു പ്രത്യേകതരം വർഗമാണ്. പുരുഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വർഗം. ഞാനത് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്ത്രീ ഇല്ലാതെ നമുക്ക് പറ്റില്ല. പുരുഷന് സ്ത്രീ വേണം. സ്ത്രീ ഉണ്ടെങ്കിലേ പുരുഷൻ പൂർണ്ണമാകൂ. അതായത് നമ്മുടെ കുടുംബജീവിതം, അമ്മ, സഹോദരി, ഭാര്യ, മകൾ, കൊച്ചുമകൾ. ഇപ്പോൾ ഞാൻ 4 സ്ത്രീകളുടെ ഇടയിലാണ്. എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, എൻ്റെ കൊച്ചുമകൾ. ഇതൊക്കെയാണ് ഈ സ്ത്രീകളുടെ ഈ സ്വഭാവമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അത് ദോഷമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ സ്വഭാവങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. സ്ത്രീകളുടെ ഈ ചാബല്യവും പ്രത്യേക തരത്തിലുള്ള സ്വഭാവങ്ങളും ഒക്കെയാണ്. നമ്മളെപ്പോലെ ചിന്തിക്കുകയും നമ്മളെപ്പോലെ പ്രൗഢമായി നിൽക്കുകയും പൗരുഷമായി നിൽക്കുകയും അതേ രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയെ നമുക്ക് ഇഷ്ടപ്പെടില്ല. നമുക്കില്ലാത്ത പലതും അവരിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവരെ ആകർഷണീയത വരുന്നത്.
ആ ആകർഷണയാണ് പുരുഷൻ സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും തോന്നുന്നത്. അതുകൊണ്ട് എല്ലാ വനിതകൾക്കും, എൻ്റെ സുഹൃത്തുക്കളായ വനിതകൾക്കും, എനിക്ക് പരിചയമില്ലാത്ത വനിതകൾക്കും എല്ലാവർക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ. നന്ദി, നമസ്കാരം.